ലോകത്തിലെ ഏറ്റവും വിഷം നിറഞ്ഞ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ദുബായ്, റഷ്യ, ഇന്ത്യ, ലണ്ടൻ. ഉത്തരം ലണ്ടൻ. UK-യിലെ നോർത്തംബർലാൻഡിലുള്ള അനക് ഗാർഡനാണത്. അനക് ഗാർഡനിൽ ലഹരിയും വിഷവും നിറഞ്ഞ സസ്യങ്ങൾ മാത്രമാണുള്ളത്. ദീർഘദൂര യാത്രകളിൽ വായ ഫ്രഷായി വെക്കുന്നതിന് ഏറ്റവും നല്ല പഴമേത്? ആപ്പിൾ, ഓറഞ്ച്, നാരങ്ങ, ചെറി. ഉത്തരം ഓറഞ്ച്. ഒരാഴ്ചയിൽ എത്ര തവണയാണ് മുടി കഴുകേണ്ടത്? 1 തവണ, 2 തവണ, 3 തവണ ദിവസവും? ഉത്തരം 2 തവണ. ഏത് തടാകമാണ് പക്ഷികളെയും മൃഗങ്ങളെയും കല്ലാക്കുന്നത്? ഗ്രേറ്റ് സ്ലേവ്, മലാവി, നെട്രോൺ, ഡാങ്കനിക. ഉത്തരം നെട്രോൺ. തടാകത്തിലെ ക്ഷാരാംശം 12 pH കൂടുതലാണ്. മൃഗങ്ങളും പക്ഷികളും ഈ തടാകത്തിൽ അകപ്പെടുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന കാൽസ്യം ലവണങ്ങൾ മൃഗങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ച് കോശങ്ങളിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. ഇതുമൂലം ജീവികൾ കല്ലുകൾ പോലെയാകുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കട്ടികൂടിയ ത്വക്കുള്ള പക്ഷി ഏത്? ഒട്ടകപ്പക്ഷി, കഴുകൻ, ഫാൽക്കൻ, ഫ്ലമിംഗ്. ഉത്തരം ഫ്ലമിംഗ്. ഏറ്റവും ഭാരം കൂടിയ ലോകം ഏത്? ഓസ്മിയം, സോഡിയം, ലെഡ്, ഇരുമ്പ്. ഉത്തരം ഓസ്മിയം. മാനസിക ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പം ഏത്? അരളി, മുല്ല, ശംഖുപുഷ്പം, നാഗപുഷ്പം. ഉത്തരം ശംഖുപുഷ്പം. മുട്ടയ്ക്ക് അടയിരിക്കുന്ന ആൺപക്ഷി ഏത്? പെൻഗിൻ, യമു, വേഴാമ്പൽ, ഒട്ടകപ്പക്ഷി. ഉത്തരം യമു. പങ്കാളിക്ക് അല്ലെങ്കിൽ പ്രണയിതാവിന് സമ്മാനമായി നൽകാൻ പാടില്ലാത്തത് എന്ത്? സ്വർണം, മുല്ലപ്പൂവ്, പെർഫ്യൂം, ലിപ്സ്റ്റിക്. ഉത്തരം പെർഫ്യൂം. പ്രണയിതാവിന് ഒരിക്കലും പെർഫ്യൂം സമ്മാനിക്കരുത് എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം പെർഫ്യൂമിന്റെ സുഗന്ധം മങ്ങുന്നത് പോലെ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുടെ സ്നേഹവും കുറയാനിടയാകും. ക്ലോക്ക് സമ്മാനമായി നൽകുന്നതും നിങ്ങളുടെ പ്രണയ ജീവിതം എത്രയും വേഗത്തിൽ അവസാനിക്കുന്നു എന്നതിന്റെ പ്രതീകമാണ്. BMW കാർ നിർമ്മിക്കുന്ന രാജ്യമേത്? ജപ്പാൻ, കാനഡ, ലണ്ടൻ, ജർമ്മനി. ഉത്തരം ജർമ്മനി. ജപ്പാനിലെ പുഷ്പാലങ്കാര ശൈലിക്ക് പറയുന്ന പേരെന്ത്? ഇഗ്ബാന, ഫ്ലോറിസിട്രി, പോട്ടോഫ്ലൂർ, കമ്പോട്ട്. ഉത്തരം ഇഗ്ബാന. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്ത്? കണ്ടൽക്കാട്, തണ്ണീർത്തടം, മഴക്കാടുകൾ, ഓസോൺ. ഉത്തരം മഴക്കാടുകൾ. ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് ഏത്? ഞാവൽ, പുളി, ബദാം, എണ്ണപ്പന. ഉത്തരം പുളി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ചിക്കൻ ഗുനിയ, ക്ഷയം, റുബല്ല, സ്കർവി. ഉത്തരം സ്കർവി. പുള്ളികളൊന്നുമില്ലാത്ത ജിറാഫ് ജനിച്ച രാജ്യമേത്? അമേരിക്ക, ഓസ്ട്രേലിയ, തായ്ലൻഡ്, ജർമ്മനി.
ഉത്തരം അമേരിക്ക. യുഎസിലെ ടെന്നീസിലുള്ള ബ്രൈറ്റ്സ് മൃഗശാലയിൽ പുള്ളികളില്ലാത്ത ഒരു അതുല്യ ജിറാഫ് പിറന്നു. 2023 ജൂലൈ 31 ജനിച്ച ഈ കളങ്കമില്ലാത്ത ജിറാഫ് ലോകത്തിലെ ഇത്തരത്തിലുള്ള ഒരേയൊരു ജിറാഫാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുള്ളികളില്ലാത്ത അപൂർവ ജിറാഫിന്റെ പേര് കിബക്കി എന്നാണ്. കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കിവെച്ചാൽ കുറയുന്ന രോഗമേത്? മൈഗ്രെയിൻ, വാതം, അസിഡിറ്റി, ജലദോഷം. ഉത്തരം മൈഗ്രെയിൻ. ഓസോൺ വാതകത്തിന്റെ നിറം എന്ത്? വെള്ള, മഞ്ഞ, നീല, നിറമില്ല. ഉത്തരം നീല. ആദ്യം ന്യൂ ഇയർ ആഘോഷിക്കുന്ന രാജ്യം ഏത്? ടോങ്ക, കിരിബതി, സമോവ, ബെലീസ്. ഉത്തരം കിരിബതി. വർഷം തോറും പുതുവർഷരാവ് ആഘോഷിക്കുന്ന ആദ്യത്തെ രാജ്യം ഓഷ്യാനിക് രാജ്യമായ കിരിബതിയാണ്. രാജ്യത്തിന്റെ കിഴക്കൻ ദ്വീപുകൾ പടിഞ്ഞാറൻ ദ്വീപുകളിൽ നിന്ന് 24 മണിക്കൂർ വരെ പിന്നിലായിരിക്കും. ബെൽജിയൻ ബ്ലൂ എന്നറിയപ്പെടുന്ന മൃഗമേത്? കുതിര, പൂച്ച, അണ്ണാൻ, പശു. ഉത്തരം പശു. വീട്ടിൽ ഏത് ദിശയിൽ പണം സൂക്ഷിച്ചാൽ ദാരിദ്ര്യം വരും? വടക്ക്, വടക്ക് കിഴക്ക്, കിഴക്ക്, തെക്ക് കിഴക്ക്. ഉത്തരം വടക്ക് കിഴക്ക്. വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടിൽ വടക്ക് കിഴക്ക് ദിശയിൽ പണം സൂക്ഷിച്ചാൽ അമിതമായി ചെലവാക്കപ്പെടുകയും ദാരിദ്ര്യം വന്നു ചേരുകയും ചെയ്യും. കൂടാതെ പടിഞ്ഞാറ് ദിശയും പണം സൂക്ഷിക്കാൻ അത്ര നല്ലതല്ല. ഇന്ത്യയിൽ ഏത് നമ്പരാണ് നിർഭാഗ്യമായി കാണുന്നത്? 6, 69, 13, 33. ഉത്തരം 13. ഇന്ത്യയിൽ 13-ാം നമ്പർ നിർഭാഗ്യവും അശുഭവുമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ പല ഉയർന്ന കെട്ടിടങ്ങളും 13-ാമത്തെ നില ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.